ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബോർ മോഡൽ ഫൈൻഡ് ദ ക്വാണ്ടം നമ്പർ ദാറ്റ് ക്യാരക്ടറൈസസ് ദ എർത്ത് റെവല്യൂഷൻ around the sun in an orbital radius of 1.5 into 10 raised to 11 meter with orbital speed of 3 into 10 raised to 4 meter per second. ഇതെങ്ങനെ ചെയ്യും? അതായത് ഹൈഡ്രജൻ മോഡൽ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരികയാണ്. ഹൈഡ്രജൻ മോഡലില്ലേ, അത് എർത്തിൻ്റെ റെവല്യൂഷനിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ സണ്ണുണ്ട്, ദിസ് ഈസ് സൺ. നമ്മൾ ന്യൂക്ലിയസിന് ഇക്വാലൻ്റ് ആയിട്ട് സണ്ണാണ്, ഇലക്ട്രോണിന് ഇക്വാലൻ്റ് ആയിട്ട് എർത്താണ്. അപ്പോൾ സണ്ണിന് ചുറ്റും എർത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻ സർക്കുലർ ഓർബിറ്റ്. അപ്പോൾ ബോർസ് മോഡൽ നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എർത്ത് റിവോൾവ് ചെയ്യുന്നത് എത്രാമത്തെ ഓർബിറ്റിലാണ്, അതായത് എത്രാമത്തെ എനർജി സ്റ്റേറ്റിലാണ്. ഇതിന് ചുറ്റും പല പല എനർജി സ്റ്റേറ്റുകൾ ഉണ്ടാവുമല്ലോ. n = 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് പല സ്റ്റേറ്റുകളുണ്ടാവും. അതിലെത്രാമത്തെ എനർജി സ്റ്റേറ്റിലാണ് എർത്ത് റിവോൾവ് ചെയ്യുന്നത്. ബോർസ് മോഡൽ ഇതിലോട്ട് കൊണ്ടുവന്നാൽ എർത്ത് റിവോൾവ് ഇൻ വിച്ച് ഓർബിറ്റ്? ക്ലിയർ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്കറിയാം, എർത്താവും അതിനൊരു മാസ് ഉണ്ട്, സ്പീഡുണ്ട്, കൂടാതെ റേഡിയസ് ഉണ്ട്. സണ്ണിൽ നിന്നൊരു റേഡിയസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ബോർസ് മോഡൽ പറയുന്നത് MV(r) = NH/2π ആണ്. ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ് പ്രകാരം നമ്മളിത് ഡിറൈവ് ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എർത്ത് മൂവ് ചെയ്യുമ്പോഴേ അത് വേവായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ്. അപ്പോൾ നമ്മൾ ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ് പ്രകാരം MV(r) മസ്റ്റ് ബി = NH/2π. മാസുള്ള ഒബ്ജക്റ്റും മൂവ് ചെയ്യുമ്പോൾ അതൊരു വേവ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഈ എർത്ത് ഒരു വേവ് ഫോമിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MV(r) = NH/2π എന്നുള്ളത് നോട്ട് ഓൺലി അപ്ലിക്കബിൾ ഫോർ ഇലക്ട്രോൺ, അതർ മാസസ് ഓൾസോ. കാരണം ഇത് ഡിറൈവ് ചെയ്തത് ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ് പ്രകാരമാണ്. അപ്പോൾ എർത്തും ഈ പറഞ്ഞ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എർത്ത് എത്രാമത്തെ എനർജി സ്റ്റേറ്റിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് n ആണ് വേണ്ടത്. വാട്ട് ഈസ് n? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ MV(r) × 2π = NH വരും. എച്ചിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ n = MV(r) × 2π / എന്ന് വരും. ശരിയല്ല? MV(r) × 2π / എന്ന് വരും. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ എർത്ത്. മാസ് ഓഫ് ദ എർത്ത് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 6 × 10⁻²4. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ദ എർത്ത്, അത് 3 × 10⁻4 മീറ്റർ പെർ സെക്കൻഡ്. r എന്ന് പറഞ്ഞാൽ റേഡിയസ്, സണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അത് തന്നിട്ടുണ്ടോ? ഓർബിറ്റ് 1.5 × 10⁻11 മീറ്റർ. 1.5 × 10⁻11 മീറ്റർ. യൂണിറ്റ് എല്ലാം നോക്കണം, ശരിക്കും ഇല്ലേ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. മീറ്റർ കുഴപ്പമില്ല. 2 × π 3.14 ഓൾ ഡിവൈഡ് ബൈ h. h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. 6.62 ഇൻറ്റു അല്ലെങ്കിൽ 6.63 എങ്ങനെയായാലും കുഴപ്പമില്ല ഇൻറ്റു 10⁻−34 ചെയ്തു വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേഷൻ ഞാൻ പറയുന്നില്ല, 10⁻74 വരും അപ്രോക്സിമേറ്റ്ലി. കാൽക്കുലേഷൻ പറയണമെന്നില്ല. അപ്പോൾ 10⁻74th എനർജി സ്റ്റേറ്റിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ?